ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ക്രോഷ്യോ സ്ക്രഞ്ചി ഉണ്ടാക്കുന്നതാണ്. സോ ഇതിന് വേണ്ടി നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യം അതുപോലെ തന്നെ ഡബിൾ ക്രോഷ്യം മാത്രം അറിഞ്ഞാൽ മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വിത്തൗട്ട് എനി ഡിലേ വെൽക്കം ബാക്ക് ടു ഫാമിലി സ്റ്റോറീസ്. സോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ യാണാണ്. അതുപോലെ തന്നെ ഒരു പാൻറ് എടുത്തിട്ടുണ്ട്. ആൻഡ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ട് ചെയ്യുക. സ്ലിപ്പ് നോട്ട് ഞാനിവിടെ ഇടുന്നത് 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് പല രീതിയിലും സ്ലിപ്പ് നോട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ചെയിൻ ഇട്ടിട്ട് ആ യാൺ അവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. ഓക്കെ, ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ആദ്യം പാൻറ്റിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക യാണോവോ, എന്നിട്ട് ആ യാണ് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ചെയ്യുക. ഓക്കെ, അതാണ് സിംഗിൾ ക്രോഷ്യ. അതിനോടൊപ്പം തന്നെ ഞാൻ എൻഡ് യാണും സ്റ്റിച്ചിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട്. എന്നിട്ട് അത് ഫുള്ളും നമ്മൾ ബാൻഡ് മൊത്തം നമ്മൾ എന്താണ് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തില്ലേ ആ ചെയിൻ്റെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എന്താണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യണത് ആ ലൂപ്പിനെ. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. അന്നേരം ഞാൻ ഒരു 3 ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഡബിൾ ക്രോഷ്യാണ് ചെയ്യണേ. ആദ്യം യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തതിന് ശേഷം ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. ഞാൻ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. ഇതാണ് സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇത് എത്ര ഇത് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ 3 ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ചെയിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, അങ്ങനെ എല്ലാ ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യാം. ത്രീ ഡബിൾ ക്രോഷ്യാണ് ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് റൗണ്ട് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്ത് ആ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോകൾ കൂടുതൽ കാണാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനും ഇതുപോലെ ക്രോഷ്യ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഞാനിവിടെ ഫുള്ളും ഈ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു ചെയിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഞാൻ അതിൽ ഫ്രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് എന്താണ് സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട് ലൂപ്പ് വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2 ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിലും നീഡിലിനെ പാസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം വീണ്ടും 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടതിന് ശേഷം എന്താണ് വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആ സെയിം ചെയിൻ്റെ ഉള്ളിൽ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യണേ. ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെയിൻ്റെ ഉള്ളിൽ 1 ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ,
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്യാം. ഒരു ചെയിൻ്റെ ഉള്ള 3 ഡബിൾ ക്രോഷ്യ, പിന്നെ അടുത്ത ചെയിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ വേണമെങ്കിൽ ഒരു ഡബിൾ ക്രോഷ്യ, അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം. ഓക്കെ, കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെയിൻ്റെ ഉള്ള 2 ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിൻ്റെ ഉള്ള ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് പോവുക ചെയ്തിരിക്കണം. സോ ഇവിടെ ഞാനത് ഫുൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ കൂടി നമ്മളെന്ത് ചെയ്യണം, 2 ഡബിൾ ക്രോഷ്യം കൂടി ചെയ്തിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് ആ 3 ചെയിൻ വിട്ടിട്ട് ആ അടുത്ത ചെയിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്നത്, ഫ്രണ്ട് ലൂപ്പിൻ്റെയും ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്തിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത് ഇനി കോൺട്രാസ്റ്റ് കളർ ത്രെഡ് എടുക്കുക. ഞാനിവിടെ യെല്ലോ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യുക. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഏതെങ്കിലും ഒരു റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ പാസ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ സ്ലിപ്പ് നോട്ട് ചെയ്ത ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ നീഡിൽ പാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. എന്നിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒരു ചെയിൻ ഇട്ടതിന് ശേഷം സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഇവിടെ എല്ലാ ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് നോക്കി. പക്ഷെ അതൊക്കെ അത്ര ഇഷ്ടം തോന്നിയില്ല, കാരണം അതത്ര കട്ടിയിൽ വന്നില്ല, കാരണം അത്ര ഭംഗിക്ക് തോന്നിയില്ല. അത് കാരണം ഞാനത് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്ത് ഒരു ചെയിൻ്റെ ഉള്ളിൽ 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് വീതം വെച്ച് ഞാൻ ചെയ്തു. ഓക്കെ, അത് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഒരു ആ യെല്ലോയിനും കൂടി കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്ന പോലെ തോന്നി. മറ്റേതാണെന്നുണ്ടെങ്കിൽ അത്രയും യെല്ലോ ചെയ്ത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരു ചെയിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യയിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ചെയിൻ്റെ ഉള്ളിൽ 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ബോർഡേഴ്സ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ യാണാണ്. നിങ്ങൾക്ക് ആക്രിലിക്കിന് ഞാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു കട്ടിയായിട്ട് തോന്നും. ഇത് കുറച്ചും കൂടി ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. കോട്ടൺ ഞാൻ എടുക്കുമ്പോൾ അറിയാലോ കുറച്ചും കൂടി കട്ടി കുറവുള്ള യാണാണ്. സോ എനിക്ക് തോന്നുന്നു ആക്രിലിക്കിൻ്റെ യാൺ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ യാൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഉള്ള നീഡിലെടുത്തതിന് ശേഷം അറിയാത്ത പോലെ ആ ബാക്കി വരുന്ന റിമൈനിങ് വന്ന ആ ത്രെഡ് നമ്മൾ സ്വിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സപ്പോർട്ടിങ് ആൻഡ് ഹാപ്പി ലേണിംഗ് ആൻഡ് ഹാവ് പ്ലീസ്.